ഓക്കെ മുത്തേ, നമ്മൾ എത്തിയിട്ടുണ്ട്. എടാ ഈ വണ്ടി എടുത്ത് ഫസ്റ്റ് ടൈമാണ് ഞാൻ റൂമിൽ വന്നേക്കണം. ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി ഓടിക്കണം എനിക്ക് തോന്നണം. കാരണം വെച്ചാൽ ഇൻറ്റീരിയർ ഡൗൺലോഡ് അല്ലായിരുന്നു. ഞാൻ ഓടിക്കുന്ന വണ്ടിയാണ്, എന്തായാലും ഞാൻ ഇൻറ്റീരിയർ ഡൗൺലോഡ് ആക്കുവേ. കണ്ടല്ലേ ഗൈസ്, ഫസ്റ്റ് ടൈം. ഓ സാധനം കൊള്ളാലടാ മുത്തേ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതെന്തൊരു വണ്ടിയാണ് ഇതൊക്കെ, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഓഹോ, തീ സാധനം മുത്തേ. ഇത് എവിടെ ഞാൻ എടാ റൂമിൽ ആദ്യം കയറിയണം നറൂട്ടോയാണ് മുത്തേ. എന്താടാ മുത്തേ, കോയിൻസ് സെഗന്നാ എന്തോ. അവിടെ വണ്ടി ഇത്തിരി അങ്ങോട്ട് മാറ്റിയിടാമേ. ഓ ആരാ പാഞ്ഞ് വരണല്ലോ, നറൂട്ടോ ആയിരിക്കും. നറൂട്ടോ പാഞ്ഞ് വരണണ്ടാ മുത്തേ. നോക്കാം. ഇത്തിരി ഇങ്ങോട്ട് കയറിക്കാം. വളയടാ വണ്ടിയിലോട്ടെ, ഇതിലോട്ട റിവേഴ്സ് അടിക്കട്ട്. ഓ ഇത് വണ്ടി നിൽക്കടാ അവിടെ. ഓക്കെ ഇറങ്ങട്ടെ. അയ്യോ ചിലതാരും വന്നേക്കണം. ഓട്ടോ ഇല്ല പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഫ്രണ്ട് മാത്രം വെള്ളം അടിച്ചോണ്ട് ശ്രദ്ധിച്ചില്ല. എന്തൊരു മുത്തേ വന്നിട്ടുണ്ട് മുത്തേ. എടാ ഇതിൻ്റെ അകത്ത് ഓട്ടോ ഇല്ലല്ലേ ഗൈസ്, പറഞ്ഞ പോലെ ഓട്ടോ ഒന്നുമില്ല. ഒരു 2 ഫോട്ടോ എടുക്കാം. എന്തെങ്കിലും വന്ന 2 ഫോട്ടോ എടുത്തിട്ട് പോവാടാ മുത്തേ. അത് തന്നെ. ഓഹോ എടാ ഇതെന്ത് ലൊട്ട, സ്റ്റക്കെന്ന് പറയുക ചരിത് ലാഗാണ് ഈ ലൊട്ട. ഇതിങ്ങനെ ഉണ്ട് ഒലഹാസിൻ്റെ അല്ലേ, പറയാതിരിക്കാൻ പറ്റൂല. ഫോട്ടോ എടുക്കാൻ നേരത്തെ ലൊട്ട ലാഗങ്ങ് അടിക്കും. ഗൈസ് ഇന്നലെ എൻ്റെ യൂട്യൂബ് സ്റ്റക്കായി. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ആവില്ല. പ്രോസസ്സിങ് ലൊട്ട എന്ന് പറഞ്ഞ് സ്റ്റക്കായി കിടന്നു. പിന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്ത് ഇന്ന് രാവിലെ എത്ര 1 മണിക്ക് 2 മണിക്കാണ്ടാണ് അപ്ലോഡായി തീർന്നത്. ഇപ്പം പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇന്നലെ നെറ്റും സീനായിരുന്നടാ ഗൈസ്, ലൊട്ട പരിപാടിയായിരുന്നു ഗൈസ് മൊത്തത്തിൽ. ഇന്നലെ പറയാതിരിക്കാൻ വയ്യ. അവിടെ റൂമിൽ എത്ര പേരുണ്ട്? റൂമിൽ 6 പേര്. എന്നെ കൂടെ പേര് കാണിക്കുന്നത് എന്ത്, കുറച്ച് പേര്, എത്ര പേരേ ഉള്ള ബാക്കി. എവിടെയാടാ അവനൊക്കെ കാണാനില്ലല്ലോ ഗൈസ്, കുറച്ച് നേരം കാണാനില്ലല്ലോ. ഓ 14 വാച്ചിങ്, താങ്ക് യു ഗൈസ്. ഓ എന്താടാ വാച്ചിങ് കൂടണം ഗൈസ്, വാച്ചിങ് ഒരുപാട് മാക്സിമം നല്ല രീതിയിൽ കയറണം ഗൈസ്. അതിലാണ് എങ്കിലും നമുക്ക് മറ്റേ സംഭവം ഉണ്ടല്ലേ, നമ്മളെ വാച്ച് അവർ അവനെ സെറ്റാക്കാൻ പറ്റും ഗൈസ്. ഇപ്പോൾ വാച്ച് അവറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഗൈസ്, അതിപ്പോൾ എത്ര പറയാൻ പറ്റും, ഒരു 3ൽ 1.5 കംപ്ലീറ്റ് ആയി. മനസ്സിലായില്ലേ? 3ൽ 1.5 റീലാണ് ഇപ്പോൾ നിൽക്കണം. അത് നമുക്ക് 3ൽ 3 വെച്ചാലേ നമുക്ക് മറ്റേ ഇത് ചന്ദ്രി പറഞ്ഞ ലോട്ടയുടെ പേര് കിട്ടുമല്ലേ, വാച്ച് അവർ ലോട്ട, അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നോക്കാം ഗൈസ്, നോക്കാം. എടുത്തിട്ട് അങ്ങോട്ടാനും പോയാലാ, അങ്ങോട്ടാനും നിൽക്കും ഇവിടെ. ഓ മുത്ത ഇടിക്കല്ലേ, ഓ ഇടിച്ചില്ല. ഇന്നെന്താ റൂമിൽ കുറച്ച് പേരെ കാരണമുള്ളൂ. എടാ ഗൈസ് എനിക്കൊരു സംശയം, ഇന്നത്തോടെ നിങ്ങളെ മറ്റേ സാധനം തീരുമല്ലേ, എക്സാം എന്തായാലും അത് തീരുമല്ലേ ഗൈസ്? ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ അതല്ലേ പറഞ്ഞാ, ഇന്നത്തോടെ എക്സാം തീരുമല്ലേ ഗൈസ്? അപ്പോൾ നാളെ തൊട്ട് എല്ലാവരും ഇതാണല്ലോ, അവധിയാണല്ലോ ഗൈസ്. നല്ല കാര്യം. അവിടെ ഇങ്ങോട്ട് കയറാം. നമുക്ക് നേരത്തെ അവിടെ പോയിട്ട് നല്ല സ്പോട്ടിൽ അത്യാവശ്യം വണ്ടി സെറ്റാക്കി നിർത്താം. അപ്പോഴത്തേക്ക് എല്ലാവരും വരട്ടെ. ഇടിക്കൂല മുത്തേ, ആരും ഓടിക്കണം, അത്രേ ഉള്ളൂ. അവിടെ നിർത്തിക്കോ അനങ്ങൽ. എൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞു, റൊണാൾഡോ എത്തി. ഓക്കെ ബ്രദർ, ഓക്കെ. വണ്ടി കറക്റ്റ് പ്ലേസിൽ തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടാ മുത്തേ. ബ്രോ ഇപ്പോൾ വരാം. ബ്രോ എവിടെയാടാ മുത്തേ? ഞാൻ ട്രോപ്പിക്കലടാ മുത്തേ. ബ്രോ അവിടെ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. ഓക്കെ. എടാ നമ്മളിവിടെ വന്നിട്ടുണ്ട്. വാഹ ഇതാരാ വണ്ടി? എടാ എല്ലാവരും ഗോക്കു ബസ്സാണല്ലോ കൊണ്ടുവരണ. കൊള്ളാം മുത്തേ. ഹിന്ദി എന്തേരി മുത്തേ, നമ്മൾ മലയാളം മീഡിയമാണ് പഠിച്ചത് കേട്ടാ മുത്തേ. ഹിന്ദി നഹി ആത്താ മുത്തേ, ഹിന്ദി നഹി. മലയാളി മുത്തേ ഇനി ആ ഹിന്ദിയും കൂടെ പഠിക്കണം മുത്തേ. എടാ ഇപ്പോൾ എന്തിനാ പാൻ വേൾഡാടാ സ്ട്രീം പോണേ? എടാ പാൻ വേൾഡ് സ്ട്രീമാടാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് കിടക്കണം മുത്തേ? ഹിന്ദി ഞാൻ എന്തിനു പറയും, ഇത് വായിച്ചെടുക്കാൻ തന്നെ 1/2 മണിക്കൂർ എടുക്കുമല്ല. എന്തൊരു കഹാ മെഹി എന്തൊക്കെ. എടാ മുത്തേ നമ്മൾ ഹിന്ദിയിലൊക്കെ എല്ലാമാണ് മുത്തേ, ഉള്ള കാര്യം പറയാലോ മുത്തേ. റെഡ് ഫോക്സ് ഹിന്ദിയിലെ എല്ലാമാണ്, പക്ഷേ മലയാളം ടോപ്പാണ് മുത്തേ. മലയാളം നമ്മൾ പച്ചവെള്ളം പോലെ പറയാം, അത്രേ ഉള്ളൂ. ഹിന്ദിയൊക്കെ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുക ഹിന്ദിയിലൊക്കെ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാം മുത്തേ. ഇതെന്തരി ഒരുത്തൻ്റെ ബസ് മോളിൽ നിന്ന് ഒന്ന് വീണുകൊണ്ടിരിക്കണം. എടാ മുത്തേ ചുമ്മാ അല്ല, ഒലഹാസിൻ്റെ വകായിരിക്കും. ഉറപ്പം ഞാൻ കുഴി പോയനാ. ഓഹോ അവൻ പോയി. ബ്ലാക്ക് ലിസ്റ്റഡ് ബോയ്സ്. എടാ മുത്തേ വീട്. ഓയോ എടാ ഇവൻ കാരണം. എടാ എന്ത് മുത്തേ ലൊട്ട പരിപാടി മുത്തേ. എടാ അവൻ ബസ് കൊണ്ടിട്ട് ഞാൻ കുഴി പോയടാ മുത്തേ. ഇവൻ്റെ ബസ് എന്ത് കത്താൻ പോണ? എടാ ഇവൻ്റെ വണ്ടി കത്താൻ പോകണമെന്നുണ്ടോ? കണ്ട പുകയൊക്കെ പറഞ്ഞത് എന്ത് കിടക്കണ?
കാൽക്കുലേറ്ററിൻ്റെ മലയാളം എന്താ ബ്രോ? എടാ മുത്തേ നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ച മുത്തേ. എടാ എടാ അങ്ങനെയല്ല, നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ എക്സാമൊക്കെ വരുമ്പോൾ നമ്മൾ ടോപ്പ് ആയിരിക്കും, മനസ്സിലായി? അങ്ങനെയാണ്, അല്ലാതെ ഇത്രയ്ക്ക് ഇതല്ല ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? ഓഹോ, വണ്ടി കൊണ്ട് നിർത്തിയാണ്, കൊള്ളാമല്ലേ? എടാ എല്ലാവരും ഇപ്പോൾ ഗോക്കു ബസ് കൊണ്ടുവരണം, ഗോക്കു എന്തെങ്കിലും കാറാ ബസ് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരണം, മനസ്സിലായില്ലേ? ഓ 2 ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുത്തില്ലേ നഷ്ടമാണ് മുത്തേ. നല്ല WV ആണ് മുത്തേ, WV ആണ്. എടാ മുത്തേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ പാൻ ഇന്ത്യ ഒരു സിനിമ ഉണ്ടല്ലോ, സിനിമ പാൻ ഇന്ത്യ ഇറങ്ങൂലേ മുത്തേ, അതേപോലെ നമ്മൾ പാൻ ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുവാണ് മുത്തേ. സ്ട്രീം കണ്ട ഹിന്ദി അമേരിക്ക എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ്. ഇത് ആരൊക്കെ കാണണം മുത്തേ? കൊള്ളാല്ലേ. റൊണാൾഡോ ഓർ മെസ്സി? റൊണാൾഡോ ബ്രദർ, റൊണാൾഡോ, ഒൺലി റൊണാൾഡോ ബ്രദർ, നോ മെസ്സി ബ്രദർ, നോ മെസ്സി ബ്രോ. വ്യൂ കിടിലം. ഓ കിടിലോ, ഓക്കെ ബ്രദർ, ഓക്കെ. പിന്നെ എല്ലാവരും വന്നിക്കാൻ പിന്നെ ഡബിൾ ആയിരിക്കില്ലേ മുത്തേ? ബ്രോ ഓട്ടോ ബാക്ക് കാരണം എടാ പൈസ ഉണ്ട്, 50 മില്യൺ ഉണ്ടോ മുത്തേ? 50 മില്യൺ ഉണ്ട്. റൊണാൾഡോ 50 മില്യൺ ഉണ്ട്. 50 മില്യൺ ഉണ്ടാ, നിൻ്റെ പൈസ പോകുന്നേ ഉള്ളു ബ്രോ. ഓട്ടോ ബാക്ക് കാരണം ഇന്നെ ഒന്നും ഓടാടിയൂടെ. എടാ ആട്ടോ ബാക്കിൽ ഒട്ട ഇതുവരെ തീർന്നില്ലേ? എടാ ഒലഹാസ് എന്തൊരു കാണിച്ചുകൊണ്ടിരിക്കണ മുത്തേ? ഒലഹാസേ മുത്തേ, നീ എന്ത് പരിപാടി കാണിക്കണ? എടാ മുത്തേ ഒലഹാസേ, നീ മുത്തേ ഒലഹാസിന് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടിയപ്പം മനസ്സിൽ അഹങ്കാരം കൂടി മുത്തേ, സത്യം പറയാല്ല. എടാ കളിക്കണ മുത്തേ ഒലഹാസ്. ഇതൊന്നും ഇതുവരെ തീർത്തില്ലേ? എന്തൊരു മുത്തേ ഇതൊക്കെ? എടാ എല്ലാവരും ഒരു അൺഫോളോ ചെയ്യണം, ലോട്ട പരിപാടി മുത്തേ. ഒരു ചെറിയ ആട്ടോ ബാക്ക് ഷോയിലും അവന്മാർക്ക് തീർക്കാൻ പറ്റിയില്ലേ? വൈ മുത്തേ വൈ, ലൊട്ട ഓർ വാട്ട് മുത്തേ. മുത്തേനി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴായിരിക്കും മുത്തേ സീനാവണം. എന്തൊരു പൂച്ചെടി, അവൻ്റെ പവർ ഹൗസ് എന്നായിരുന്നില്ലേ? ഓക്കെ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇതാരും സ്പീഡ്. ഓക്കെ അങ്ങോട്ട് മാറിക്കിട്ട് മുത്തേ, ഇവിടെ സ്ഥലമില്ല, വെള്ളത്തിൽ വീഴേ മുത്തേ. അവസാനം ഞാൻ വന്നു ലൊട്ട ഒലഹാസ് എന്നാ മുത്തേ. ഒലഹാസ് ലൊട്ട പ്രവൃത്തി കാണിക്കണം മുത്തേ, പറയാതിരിക്കാൻ വയ്യല്ലേ? ഇവിടെ ഇതെന്തൊരു പോകാൻ പറ്റണില്ലേ? എൻ്റെ റൂമിൽ ആരൊക്കെ ഉണ്ട്? റൂമിൽ 13 പേരുണ്ട്. റൊണാൾഡോ വന്നാ, വെൽക്കം ബ്രദർ. എന്തല്ല പ്രത്യേകം കാട്ടിക്കേട്ട്. ഞാൻ വന്നു. ഓക്കെ വന്നോ മുത്തേ. എന്തിന് അവിടെ എന്താ കാണിച്ചില്ല ഇപ്പം? എടാ മുത്തേ ഈവനിങ് വേണോ? ഈവനിങ് ഇല്ലോട്ടൊന്നും വേണ്ട. റെഡ് ബോക്സ് ബ്രോ ബസ് കൊള്ളാം മുത്തേ, കൊള്ളാം. ആട്ടോമോട്ടീവ് ആറ്റിഫിഡ്. എടാ ആറ്റിഫിൻ്റെ വണ്ടിയുടെ ബാക്കിലെല്ലാം ഇങ്ങനെ പണിഞ്ഞ് വെച്ചേക്കൂടെ, അവൻ്റെ പേര് എഴുതിയിട്ട് ആട്ടോമോട്ടീവ് എന്ന് എഴുതി വെച്ചേക്കാം. അത് കൊള്ളാം. അപ്പോൾ എനിക്കൊരു വണ്ടി തന്നിട്ടുണ്ടായിരുന്നു അന്ന്, അതിലും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓ കുഴി പോയി ലോട്ട, ഇനി അങ്ങോട്ട് വീണാലേ പറ്റൂ. ഓക്കെ സെറ്റ്. റേറ്റ് 10 എന്നാ ഗൈസ്? എടാ മൊത്തം പൊടി പിടിച്ചിരിക്കുമല്ലോ. എടാ കഴിവ് എടുത്തോണ്ടോ? അതിൻ്റെ മുമ്പ് നോക്കാം. എന്നെ അറിയൂ കമ്പനി സപ്പോർട്ട്. മുത്തേ നീ ഒലഹാസിൻ്റെ ആളല്ലേടാ മുത്തേ? കമ്പനി സപ്പോർട്ട് അന്ന് വന്നേലേ മൈ മുത്തേ? ഒലഹാസിൻ്റെ ആളാണ് കേട്ടാ, ഇത് മുത്തേ. ഉള്ള കാര്യം പറയാലോ മുത്തേ, ഒലഹാസിൻ്റെ ആളാണിത്. നമ്മളെ ബാനാക്കാൻ വേണ്ടിയിട്ട് വന്നായിരിക്കും മുത്തേ. എടാ എനിക്ക് നോക്കാം എന്തായാലും. എടാ ഇത് എന്ത് ലോട്ടറി ആയിട്ട് പോകാൻ പറ്റില്ല? ഇത് എന്ത് സാധനം? ഇവിടെ മറ്റേ എന്തൊരു ഇത് കോൺക്രീറ്റ് കെട്ടി വെച്ചേക്കണം ലോട്ട. ഇതെന്തൊരു സാധനം നോക്കട്ട്. എടാ എന്ത് ഇന്ന ഓളിൽ കൂടെ നടന്നു പോകത്തില്ലേ ലോട്ട പരിപാടി മുത്തേ? ബ്രോ ബുഗാട്ടി ഫ്രീ ആയിട്ട് തരാന്നാ മുത്തേ? എൻ്റെ ഏതൊക്കെ കാറുണ്ടാ മുത്തേ? റിപ്ലേസ് ആയി പോടാ മുത്തേ, റിപ്ലേസ് ആയി പോകും. ബ്രോൻ്റെ ബിഗ് ഫാനാണ് മുത്തേ. എന്നാ മുത്തേ നീ ഒലഹാസിൻ്റെ ആളല്ലേടാ? എനിക്ക് അന്ന് ആ കമ്പനി സപ്പോർട്ടർ ഞാൻ ശ്രദ്ധിച്ചില്ല, ചാറ്റ് മാത്രം അയച്ചുള്ളൂ, പേര് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓ നീ മറ്റേ എടാ നീ ഗൈസ് ഇവനെ ശ്രദ്ധിച്ചോണേ കേട്ടാ ഗൈസ്. ഇവനെ ഒലഹാസിൻ്റെ ആളാണ്. നിങ്ങൾ ഒലഹാസിനെ പറ്റി ഒന്നും പറയില്ലേ, പിടിച്ച് ബാനായി കളയും നിങ്ങൾ അക്കൗണ്ട് പിടിച്ച്. കമ്പനി സപ്പോർട്ടർ, ഒലഹാസ് കമ്പനി സപ്പോർട്ടറാണ്, മനസ്സിലായി? അതാണ്. എടാ ഇറങ്ങട്ടെ, ഒരു 7 കൊടുക്കല്ലേ? 7.4 കൊടുക്കാം. പടത്തിന് കൊടുക്കണ പോലെ അല്ലേ അപ്പോൾ കൊടുക്കാം ഗൈസ്. ഇറങ്ങട്ടെ ബാഗിലൂടെ പോവാം ഇവിടെ നിന്ന് പോവാം. ഇത് ബാഗ് ഇറങ്ങാം ഗൈസ്, പോവാം ഗൈസ്. കാർ എടുക്കൂ ഗൈസ്. എന്തിനു മുത്തേ റിവേഴ്സ് എടുക്കാം? മുത്തേ ഇത് റിവേഴ്സ് എടുക്കുന്ന ഒരു ചടങ്ങായിരിക്കും മുത്തേ, പറയാതിരിക്കാൻ വയ്യല്ല മുത്തേ. ഈ ലോട്ട എങ്ങനെ ഇത് എടുത്തുകൊണ്ട് പോകാം? ഇതാണ് ഇവിടെ വന്ന ഒരു ഇത്തിരി ഇറങ്ങി പോകാത്തിപ്പാടാണ്, മനസ്സിലായി? അത്തിരി ഇതാണ് കണ്ട, മനസ്സിലായില്ലേ? നമ്മൾ ചെറിയ അവൻ്റെ ബസ് വീണ്ടും പോയി. ഇപ്പോൾ വരും. എന്തായാലും മുത്തേ ഇത് കാണാൻ പറ്റല്ല. എടാ നിനക്ക് ബസ്സിന് ഞാൻ റേറ്റിംഗ് തന്നല്ലേ മുത്തേ, എന്നിട്ട് നീ ഇങ്ങനെ കാണിക്കണം. ഞാൻ പോയി. എടാ വാസു 50 മില്യൺ ഉണ്ട് വാസു. വെൽക്കം വാസു, വെൽക്കം. കയറിയായിരുന്നല്ലേ? പേര് കാണിക്കാത്തത് പിന്നെ കയറിച്ച്. എടാ വണ്ടി മാറ്റടാ മുത്തേ, ഞാൻ എങ്ങനെ പോവാടാ മുത്തേ? നിങ്ങൾ എന്ത് മുത്തേ?
മുത്തേ എന്തിന് ഫിസു മുത്തേ നിന്നെ ഉടനെ ബാനാക്ക മുത്തേ. സൂക്ഷിച്ചോ. ഓ ഇതെന്തിരി എടാ മുത്തേ കാർ പിങ്ക് ഏത് കളർ കാർ എടാ കറുത്ത കാറേ പോട്ട് മുത്തേ എത്തിരി. എടുത്ത് എന്തെൻ്റെ വണ്ടി അവിടെ ഒരു ലൊട്ട സിമൻറ്റ് കെട്ടി വെച്ച് എനിക്ക് പോകാൻ പറ്റണില്ല. എടാ ഇതെന്ത് ലൊട്ട സിമൻറ്റ് അവിടെ എടാ ഒരു വെയിറ്റ് ആക്കടാ പിടയ്ക്കായിടാ. അയ്യോ ഇതെന്തൊരു പോകാനും പറ്റില്ല ഇവിടെ. ഓ നല്ല പൊട്ടൊക്കെ മുട്ടുണ്ട് കേട്ടാ. ഓ എടാ ഇങ്ങനെയാണ് നോക്കി പൊയ്ക്കൊണ്ടിരിക്കണ കാര്യം അല്ലാതെ നോക്ക് റിവേഴ്സ് ഇത്ര സ്പീഡേ ഉള്ളു. അതെന്തിലോട്ടാ എടാ അയ്യോ. ഓക്കെ ഇടിച്ചില്ല പോവില്ല മുത്ത. എടാ ഇത് തന്നെ സമയമാവല്ല. ലവ് യു മുത്ത എന്നാ. ഓക്കെ എടത്തി വണ്ടി കണ്ട് പിടിച്ച് കയറിട്ട് ലവ് യു മുത്തേ ലവ് യു ടു. എടാ ഇവന്മാർ എടാ നിൽക്കുക ചാറ്റേ ആദ്യം ഏതെങ്കിലും ഒരു പ്ലേസിൽ എത്തിക്കോട്ടെ. ഇവന്മാർ പിറകി കൂടെ വന്നുകൊണ്ടിരിക്കണം. എൻ്റെ കൺട്രോൾ പോയി. ലോട്ട ഇതെന്തോന്ന് ഇതെന്തു ലോട്ട ഒന്നും കാണാം മുത്തേ. ഇത് സ്വസ്ഥമായിട്ട് എങ്ങോട്ടെങ്കിലും പോകാം കേട്ടോ കൈ. സ്വസ്ഥതയായിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ട് റെഡ് ബോക്സ് ബ്രോ എൻ്റെ കാറിൽ കയറാം. ആറ്റിഫേ കയറാൻ മുത്തേ. നമുക്ക് തൽക്കാലം ഇപ്പോൾ എവിടെയെങ്കിലും പോയി 2 മിനിറ്റ് പോയി നിന്നിട്ട് നിൻ്റെ കാറിൽ ഒന്ന് കയറടാ. ഓഹോ ബീച്ച് മുത്തേ സ്വസ്ഥതയുടെ ഏറ്റവും വലിയ ഇടം മുത്തേ. ഈ ഗെയിമിൽ നമുക്ക് സ്വസ്ഥമായിട്ട് പോയി നിൽക്കാൻ പറ്റിയ ഒരേ ഒരിടം ബീച്ചാണ് മുത്തേ. 100 കാർ വന്നാൽ പോലും നമുക്ക് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്. ഓ മറന്നല്ല മുത്തേ ഈ സ്ഥലം ഞാൻ. ഓ ചില വണ്ടി ബീച്ചിൽ വരുമ്പോൾ ഇത്തിരി കൺട്രോൾ പോകും. അതാ ടയറിൻ്റെ ഇതിൻ്റെ സംഭവം സെറ്റാക്കി വെച്ചാണെങ്കിൽ ഒരു ഇതാണ്. പക്ഷേ ഈ വണ്ടി ഓക്കെ ആണല്ലേ, കുഴപ്പമില്ല മുത്തേ. ഇടിക്കല്ലേ. ഓ സെറ്റ് മുത്തേ ഒലകാസ്. അതെന്തോന്ന് മുത്തേ എന്തൊരു വെളിച്ചം അത്രയും എടാ എന്തൊരു വെളിച്ചം മുത്തേ. ഓരോരുത്തന്മാർ കാറും കുടയൊക്കെ ഇടിച്ച് പറത്തി കളഞ്ഞു മുത്തേ. ഇതെന്തൊരു ഒരു 2 ഫോട്ടോ എടുക്കാം. ബ്രോ ക്ലാസ് മനസ്സിലായടാ. ക്ലാസ് എത്താ മനസ്സിലായല്ലോ മുത്തേ. എന്താണ് ഉദ്ദേശിച്ച ക്ലാസ്സാ? എന്ത് ക്ലാസ്സാടാ? ഓടെ എന്ത് ഗ്രാഫിക്സ് ലോട്ട. എടാ ഇത് എന്ത് പരിപാടിയാണെന്നാണ് മുത്തേ. ഇത് എന്ത് ലോട്ട പരിപാടിയാണെന്നാണ്. എടാ ഞാൻ പൂടാ ലോട്ടെ വല്ല ക്ലാസ് ഗ്രാഫിക്സ് കുറയ്ക്കണം അനുവാദമില്ലാതെ. ഇത് എന്ത് അനുവാദമില്ലാതെ ചെയ്യണത് ലോട്ട. ഇതെന്തരി. ഓഹോ മുത്തേ അറക്കൽ ബസ്. ഇത്ര രണ്ടാമത്തെ തവണയാണ് 3ാമത്തെ തവണയാണ് ഈ ബസ്. എനിക്ക് തോന്നുന്നത് 2ാമത്തെ തവണയാണ് എൻ്റെ എന്തിനാണ് ലൈവിൽ പറഞ്ഞതാണ്. റൂമിൽ നമ്മളുടെ കയറി വരൂല്ലേ, അങ്ങനെയാണ് വന്നതാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ എന്നാലും കൊള്ളാം. വെൽക്കം ബ്രദർ, വെൽക്കം അറക്കൽ ബ്രദർ, വെൽക്കം. ഗാലക്സി എന്തൊരു ടീം എന്ന ഇത് കണ്ട് ശ്രദ്ധിച്ചില്ല. ടീം ഗാലക്സി ഗോക്കു അവിടെ കണ്ട ഗോക്കു അവിടെ ഗൈസ്. എല്ലായിടത്തും ഗോക്കു ഗൈസ്. അതാണ് ഗോക്കു ഗൈസ്. ഒരു ഫോട്ടോ എടുക്കാൻ ഫോട്ടോ സെറ്റാക്കാം. ഇത് ഭയങ്കര എല്ലാവരും കൂടെ വന്നാൽ എനിക്ക് തിരക്കാണല്ലേ മുത്ത്. ഇത് എന്ത് പറയട്ടെന്നാണ്. രണ്ടാമത്തെ ഇത് ഫോട്ടോ എടുത്ത് തമ്പനിയിൽ രണ്ടാമത്തെ W ആയിരിക്കും. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് മുത്തേ? ഞാൻ മുതിർന്ന വ്യക്തിയാണ് മുത്തേ. എന്ത് പറയണ മുത്തേ? നമ്മളൊക്കെ വലിയ വ്യക്തിയാണ് മുത്തേ. നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മുത്തേ. എടാ മുത്തേ ഞാൻ എന്നെ പഠിത്തെല്ലാം കഴിഞ്ഞ് ജോലിക്ക് കയറി. ജോലിയാണ് തണ്ട് ഇത്. ഈ ജോലിയിൽ സ്ട്രീം എന്ന് പറയുന്ന ജോലിയിൽ കയറി. മനസ്സിലായില്ലേ? പഠിത്തം നമ്മൾ ക്ലാസ് ഒന്നും ഇല്ല, സ്കൂളൊക്കെ കഴിഞ്ഞ്. മനസ്സിലായില്ലേ? ഹെഡ് ബോക്സ് ബ്രോ എൻ്റെ അവിടെ കയറാം മുത്തേ. ഏജ് എന്ന് പറയുമ്പോൾ 18 മുകളിലും 24 ഇടയിലുമാണ് മുത്തേ. മനസ്സിലായില്ലേ? കറക്റ്റ് ഏജ് ഞാൻ പറയാനല്ല, ബാക്കി നിങ്ങൾ ഗസ് ചെയ്ത് കണ്ടുപിടിച്ചോ മുത്തേ. അത് തന്നെ 18 മുകളിലും 24 ഇടയ്ക്കും മുത്തേ. ഭാഗ്യത്തിന് ഇപ്പം വൈഫൈക്ക് ഒരു പ്രശ്നമില്ല, കറണ്ട് സീനില്ല. നല്ല കാര്യം. ഇവിടുത്തെ എന്ത് മുത്തേ ഇത്തിരി എല്ലാവരും വണ്ടി ഒതുക്കിടാ, ഫോട്ടോ സെറ്റാക്കണ്ടേ. 23 മുത്തേ. അത് ഞാൻ പറയാനില്ല, നിങ്ങൾ ഊഹിച്ചെടുത്തോ മുത്തേ. നിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എന്ത് തോന്നണേ? ഒരു പ്രായത്തിൻ്റെ ഇത് അത് നിങ്ങൾക്ക് തോന്നില്ല കൈസ. നിങ്ങൾ ഊഹിച്ചെടുത്തോ. 23, 24, 19 അതൊക്കെ അത് ഞാൻ പറയാനില്ല കൈസൊക്കെ നിങ്ങളായില്ല. നിങ്ങൾ ഊഹിച്ചെടുത്തോ. 20 എടാ കറക്റ്റ് ഞാൻ പറയൂലേ. എടാ 24 മുത്ത് 29. എല്ലാവരും പാർക്ക് കീബോർഡിലോട്ടെ ആക്കം. ഓക്കെ ഫോട്ടോ സെറ്റാക്കാം. ഫോട്ടോ സെറ്റാക്കണ്ടേ കൈസ്. 23.9 എന്ത്? എടാ 23 മുത്തേ കറക്റ്റ് വെച്ച് ഞാൻ എന്തായാലും ഇപ്പോൾ പറയാനില്ല കൈസ്. അതൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തോ. നിങ്ങളത് ഊഹിച്ച് മനസ്സിൽ വെച്ചോ. അത്രേ ഉള്ളത് തന്നെ. ചീറിപ്പാഞ്ഞു പോകണല്ലേ ബസ്സൊക്കെ. നമ്മൾ ബസ് എടുത്തുകൊണ്ട് വരാറില്ലല്ലേ. ഒരു കാര്യം ചെയ്യുമ്പോൾ ബീച്ചിൽ എല്ലാവർക്കും കൂടെ ബസ് എടുത്തുകൊണ്ട് വന്നാല 25, 24, 23, 21, 20, 19 ആണോ എന്നാ?
മൂത്ത ഇതിലൊന്നാണ് ഇതിലൊന്നാണ് ഓക്കെ. മൂന്നാമത്തെ തവണയാണ് അറക്കൽ ഹോളിഡേയ്സ് ബ്രോ കാണിക്കുന്നതെന്നാ. ഓക്കെ, മൂന്നാമത്തെ തവണ ആയിരുന്നല്ലേടാ. ഓക്കെ. ട്രോപ്പിക്കിൽ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ എനിക്ക് തോന്നുന്നു 2 തവണയായിട്ട് നമ്മളെ ബസ് അറക്കൽ ബസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. ഓക്കെ. ഒന്നേ ചേട്ടാ മുത്ത 1 വയസ്സാ എന്ത് മുത്തേ. എടാ നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്ക് ഇവിടെ മൊത്തം ബസ് കൊണ്ടുവന്നാലാ. മുത്ത തീപ്പൊരി ആയിരിക്കൂലേ, ഞാനും ബസ് എടുക്കാം. എടാ എല്ലാവരും ബസ് കൊണ്ടുപോകാം. നമുക്ക് ട്രോപ്പിക്കിൻ്റെ ഇവിടെ ഓക്കെ ഒരു കാര്യം ചെയ്യാം ഗൈസ്. എല്ലാവരും നെക്സ്റ്റ് ഗൈസ് എല്ലാവരും ബസ് എടുത്തു വന്നു. നെക്സ്റ്റ് ഇതെന്തൊരു കീബോർഡ് എടാ. ഓക്കെ വന്നോളൂ ഗൈസ്, വന്നോളൂ.